കുറെ നാളായി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ പറയാൻ പറ്റുന്നുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. നടക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തി. ഞാൻ ആലോചിച്ചു, എൻ്റെ നാട്ടിലുള്ള ഈ ഒരു ബേക്കറിയിൽ നിന്നാണ് ഞാൻ എൻ്റെ കരിയറിൽ ആദ്യത്തെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ബേക്കറിയിലാണ്. എൻ്റെ +1 +2 കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ഒരു സെയിൽസ് ബോയ് ആയിട്ട് ജോലി ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ കിട്ടിയ ആദ്യത്തെ ശമ്പളം അഥവാ കൂലി എന്ന് പറയുന്ന ആ ബേക്കറിയിൽ നിന്നുള്ള 3 നേരമുള്ള ഭക്ഷണമാണ് എൻ്റെ ആദ്യത്തെ കൂലി. അവിടെ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഈ പഠിച്ചും ജോലി ചെയ്തിട്ടാണ് ഇന്നുള്ള ഇതുവരെയുള്ള ഇതിലേക്ക് എത്തുന്നത്. എൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോവുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു ഇത്. വേറെ ആരും പറഞ്ഞത് കേൾക്കാതെ സ്വപ്നത്തിന് പിന്നാലെ പോയി അതിനു വേണ്ടി പഠിച്ച് പിന്നെ ജോലി ചെയ്ത് ഒരു ജേർണലിസ്റ്റായി പിന്നെ യാദർശികമായിട്ട് വീണ്ടും ലൈഫിൽ ഡാർക്ക് ഒരു അവസ്ഥയിലേക്ക് വീണ് പോകുമ്പോഴും ഞാൻ എൻ്റെ ലൈഫിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ഇതുവരെ പഠിച്ച് മറ്റുള്ളവർക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ജേർണലിസ്റ്റ് എന്നതിൽ നിന്ന് പിന്നീട് എഴുതാൻ ആരംഭിച്ചു. പിന്നീട് പുസ്തകമൊക്കെ ഇറക്കുന്നതും ആ ബേക്കറിയിൽ ആ കുട്ടി തന്നെയായിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റ് ആവുക. എനിക്ക് മറ്റൊരാളുടെ ലൈഫിലേക്ക് ഇതുവരെ എത്തി നോക്കേണ്ട വന്നിട്ടില്ല. എൻ്റെ ലൈഫ് ഇങ്ങനെ വീണ് പോകുമ്പോൾ വീണ്ടും എൻ്റെ ലൈഫിൽ ആ ബേക്കറിയിലെ കുട്ടിയിലേക്കാണ് ഞാൻ നോക്കുക. സ്വയം മോട്ടിവേറ്റ് ആവാന്നുള്ളൊരിതുണ്ട്. അതെൻ്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇന്ന് ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ആ തെരുവിൽ നിന്ന് വന്നൊരു കുട്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഇനി എന്ത് നാളെന്നൊന്നും അറിയില്ലെങ്കിൽ കൂടി ഇപ്പോഴും ഡാർക്ക് അവസ്ഥയിലാണ്. പക്ഷേ അതിനെ മറികടക്കാനുള്ള ഒരിത് ചങ്കൂറ്റവും ഇതും ആർജവും എപ്പോഴും വിൽപ്പവർ എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ഇത് എനിക്ക് ആ കുട്ടിയാണ് എപ്പോഴും തരുന്നത്. അവിടെ നിന്നാണ് ഞാൻ കവിതയും എഴുത്തും എന്തായാലും ആ കുട്ടി ആ ബേക്കറിയിലെ പലഹാരങ്ങൾ നോക്കിയിരുന്ന കുട്ടിയിൽ നിന്നാണ് എൻ്റെ ലൈഫ് തുടങ്ങുന്നത്. ആ രീതിയിൽ ഇന്ന് ആ കട അവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ എനർജി അവിടെ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. എപ്പോഴും വീണ് പോകുമ്പോൾ പോലും ഇന്ന് പോലും നാളെന്താണെന്ന് പോലും അറിയാത്തൊരു അവസ്ഥയാണ്. എന്നാൽ പോലും എനിക്കറിയാം എൻ്റെ ലൈഫിൽ ഖുർആനിൽ പറഞ്ഞ പോലെ ഇന്നമ അല്ലുസ്രി യുസ്ര എന്ന് പറയുന്നൊരു വാക്കുണ്ട്. എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷവും പടച്ചവൻ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവുന്നതാണ് ആ വാക്ക് ഖുർആനിലെ ആ സൂറത്ത് പറയുന്നത്. ആ സൂറത്ത് പോലും ഞാൻ എപ്പോഴും ഓതി വെക്കുന്നതാണ്. എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷവും നമുക്ക് വേണ്ടി പടച്ചവൻ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവുമെന്ന് എൻ്റെ ലൈഫ് എന്നെ തന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ആ കുട്ടിയിൽ നിന്നാണ്, ബേക്കറിയിൽ നിന്നുള്ളത്. ആ കുട്ടിയാണ് ഇന്ന് എഴുതുന്നതും നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും ഒക്കെ ആ കുട്ടിയിൽ നിന്നാണ്. എൻ്റെ ഊർജവും എല്ലാം ഉണ്ടാവുന്നത് ആ കുട്ടിയിൽ നിന്നാണ്.